ഏപ്രിൽ 1-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിലേതാ ആദ്യത്തത് അരുണാചലിലെ ബോർഡർ ഏരിയാസിൽ പ്രത്യേകിച്ചും ചൈനയുമായിട്ടുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ പ്രദേശത്ത് ആർമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലെന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ബ്രീഫായിട്ട് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട 2 നദികളുടെ പേരുകൾ കൂടിയുണ്ട്. അപ്പോൾ ആ 2 നദികളുടെ ഡീറ്റെയിൽസും നമ്മൾ പ്രധാനമായിട്ടും അരുണാചൽ പ്രദേശിലെ 2 നദികളെ സംബന്ധിച്ചും നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് വാർത്ത എന്നുള്ളത്. അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ചും അരുണാചൽ പ്രദേശിൽ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ ഒരു പ്രദേശത്തൊക്കെ ഒരുപാട് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആർമിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സും അതുപോലെ തന്നെ സ്കൂൾസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെന്റിന്റെ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ ഒരു പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഒരു സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ 4800 കോടി രൂപ 2022-23 2025-26 വരെയുള്ള പീരീഡിലേക്കായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 2967 വില്ലേജുകൾ പ്രത്യേകിച്ചും ബോർഡർ സ്റ്റേറ്റിലുള്ള അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, സിക്കിം, ഉത്തരാഖണ്ഡ്, യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലാണ് ഏകദേശം 2967ഓളം വില്ലേജുകളിലാണ് ഈ ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നതായിട്ടുള്ളത്. ഏകദേശം 1800 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫ്രണ്ട് ഹൈവേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർ വാലി മൂവ്മെന്റിനും മറ്റുമൊക്കെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള റോഡ് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. അതായത് അരുണാചൽ പ്രദേശിന്റെ ബൊംദില എന്ന് പറഞ്ഞ വെസ്റ്റേൺ ഏരിയയിൽ നിന്ന് നഫ്ര വഴി, ഹൂറി വഴി, മൊനിങ്ങോങ് വില്ലേജസ് വഴി ഇൻഡോ മ്യാൻമാർ ബോർഡർ വരെ എത്തുന്ന വിജയനഗർ പറഞ്ഞ പ്രദേശം വരെ എത്തുന്ന രീതിയിലാണ് ഈ ഒരു റോഡ് കണക്ടിവിറ്റി ഉള്ളത്. അതുപോലെ തന്നെ ലോഹിത് റിവറിലും മറ്റുമൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും കണക്ടിവിറ്റി പ്രോജക്റ്റുകളും ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് കൊണ്ടുവരികയും അതുവഴി മൊബൈൽ കണക്ടിവിറ്റി ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ബേസിക് ആയിട്ടുള്ള ടെലിഗ്രാഫ് സർവീസുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ വളരെ വേഗത്തിൽ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിടുത്തെ റൂറൽ ഏരിയാസിലെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണുകളും മറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആർമിക്കും മറ്റുമൊക്കെ ഇന്റലിജൻസും ഇൻഫർമേഷൻസും ഒക്കെ വളരെ വേഗത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് ഇന്ത്യൻ ടെലിഫോൺ നെറ്റ്വർക്കുകളും ചൈനീസ് ടെലിഫോൺ നെറ്റ്വർക്കുകളുമായിട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ ഇത്തരത്തിലുള്ള റൂറൽ മേഖലയിൽ നടക്കുന്നുണ്ട്. അവരെ ഡെവലപ്മെന്റിന്റെ ഭാഗമാക്കി മാറ്റാനും അതുവഴി സാധിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തുവെക്കണം. അതുപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ടിവിറ്റി ഇംപ്രൂവ്മെന്റും ഒക്കെ ആയിട്ടുള്ളതാണ് സീമാ ദർശൻ പ്രൊജക്ട് എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സഹകരണത്തോടുകൂടി ആർമിയുടെ സഹകരണത്തോടുകൂടിയുള്ള 12 ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ സ്ഥലങ്ങളാണ് ഇതിൽ വരുന്നതായിട്ടുള്ളത്. അപ്പൊ ഇതിൽ 2 ടൂറിസ്റ്റ് വണ്ടിയുണ്ട്. കാമേങ് ഏരിയയിലും മറ്റുമൊക്കെ, അതായത് പോലെ തന്നെ കെപ്പെങ്ല, പസങ് ലോണം, ടിസോ ലേക്ക്, തക്സാങ്, ഖോംബ എന്ന് പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഈ ഒരു സീമാ ദർശൻ പ്രൊജക്ട് ടൂറിസം പ്രൊജക്റ്റ് ആണ്. അതും ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു വാർത്തയിൽ ആക്ച്വലി 2 നദികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാണ് കാമേങ് എന്ന് പറയുന്ന നദിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് കാമേങ് നദിയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മളുടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വെസ്റ്റ് കാമേങ് റിവറിനെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി ഇൻഡോ തിബറ്റൻ ബോർഡറിലായിട്ടുള്ള ഗോറിചെൻ എന്ന് പറയുന്ന മൗണ്ടെയിനിലാണ്. അവിടെയുള്ള ഒരു ഗ്ലേഷ്യൽ ലേക്കിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി തവാങ് ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അരുണാചൽ പ്രദേശിലെ തവാങ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഈ ഒരു നദി ഒഴുകുന്നതായിട്ട്. ഇതൊരു ട്രാൻസ് ബൗണ്ടറി റിവർ അല്ല എന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അതായത് ഇത് അരുണാചൽ പ്രദേശിന്റെ അകത്ത് ഒറിജിനേറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ വന്നാണ് ബ്രഹ്മപുത്രയിലേക്ക് വന്നിട്ട് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ബ്രഹ്മപുത്രയിൽ ജോയിൻ ചെയ്യുന്ന വൺ ഓഫ് ദ മേജർ ട്രൈബ്യൂട്ടറി ആണ് ഇത് എന്ന് പറയാം. അതായത് ബ്രഹ്മപുത്ര ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ റൈറ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറി ആണ് കാം ബാങ്ക് എന്ന് പറയാൻ പറ്റും. റൈറ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറി ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി തേസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ജോയിൻ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈസ്റ്റ് കാമേങ് അതുപോലെ തന്നെ വെസ്റ്റ് കാമേങ് ജില്ലകളുടെ അതിർത്തിയായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു കാമേങ് എന്ന് പറയുന്ന നദിയാണ് എന്നുകൂടി ഓർത്തുകൊണ്ട് തന്നെ. അപ്പൊ ഇത് കൂടാതെ ഇതിന്റെ സൈഡിൽ നമുക്ക് സെസ ഇംഗ്ലൻസ് സാങ്ച്വറീസ് വെസ്റ്റ് സൈഡിലുണ്ട്. അതുപോലെ തന്നെ പക്കേ ടൈഗർ റിസർവ് അരുണാചൽ പ്രദേശ് തന്നെയുള്ള പക്കേ ടൈഗർ റിസർവ് ഇതിന്റെ ഈസ്റ്റ് സൈഡിലുമുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അതുപോലെ തന്നെ ഈസ്റ്റ് സൈഡിൽ തന്നെ ദാഫ്ല ഹിൽസും
അതുപോലെ തന്നെ വെസ്റ്റ് സൈഡിൽ അക്ക ഹിൽസിനെയും കാണാൻ വേണ്ടി പറ്റും. ഇതിന് ട്രൈബ്യൂട്ടറീസ് ഉണ്ട്. ടിപ്പി, തേങ്ങ, ബിച്ചോം, ദിരാങ് ചു തുടങ്ങിയാണ് ഇതിന്റെ ട്രൈബ്യൂട്ടറീസിന്റെ പേരായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഹിസ്റ്റോറിക്കലായിട്ട് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു നദി കൂടിയാണ്. ഇത് 13ാം സെഞ്ചുറി മുതൽ 16th സെഞ്ചുറി വരെ ചുതിയ കിങ്ഡവും അതുപോലെ തന്നെ കമത കിങ്ഡത്തിനും ഇടയിലായിട്ടുള്ള ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു നദിയാണ് എന്ന് കൂടി ഓർത്തുകൊണ്ടാണ്. അതുപോലെ തന്നെ 16th സെഞ്ചുറിയിൽ ഈ ചുതിയ കിങ്ഡത്തെ അഹോം അനക്സ് ചെയ്ത സമയത്ത് അപ്പോൾ അഹോം കിങ്ഡത്തിന് ബാരോ ബുയ്യൻ റൂളിന്റെയും ഇടയിലായിട്ട് ഒരു ബൗണ്ടറി ആയിട്ട് നിന്നിട്ടുള്ള ഒരു നദി കൂടിയാണ് ഈ ഒരു കാമയിങ് എന്ന് പറയുന്ന നദി എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പൊ നദി അത് ഏതിന്റെ ട്രൈബ്യൂട്ടറി ആണ് തുടങ്ങിയ കാര്യങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ലോഹിത്, അല്ലെങ്കിൽ ഇതിൽ വാർത്തയിൽ തന്നെ ലോഹിത് റിവറിനെ കുറിച്ച് പറയുന്നുണ്ട്. ലോഹിത് റിവറിനെ നമുക്ക് ഇവിടെ കാണട്ടെ. ഇതാണ് ലോഹിത് റിവർ എന്ന് പറയുന്നത്. അതായത് ബ്രഹ്മപുത്രയുടെ ഒരു ലെഫ്റ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറി ആണ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഫാസ്റ്റ് ഈസ്റ്റ് ട്രൈബ്യൂട്ടറി ആണ്, ഏറ്റവും ഈസ്റ്റ് സൈഡിലായിട്ടുള്ള ട്രൈബ്യൂട്ടറി ആണ് എന്ന് കൂടി വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് ആക്ച്വലി ഈസ്റ്റേൺ ടിബറ്റിലുള്ള തിറപ്പാസി എന്ന് പറയുന്ന റേഞ്ചസിൽ നിന്നാണ് ഇത് വരുന്നതായിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇന്ത്യയിലേക്ക് ഒഴുകുകയും, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കിബിത്തു എന്ന പേരിലേക്ക് ഒഴുകുകയും അതിനുശേഷം ഇതിലെ മേയോ ട്രൈബാണ് ഇതിന്റെ സൈഡിലൊക്കെ ഇൻഹാബിറ്റ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് ആക്ച്വലി മിഷ്മി ഹിൽസിലൂടെ കടന്നിട്ടാണ് നമ്മളുടെ ലോഹിത് ഡിസ്ട്രിക്റ്റിലേക്ക് കടക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് വളരെ ടർബുലന്റ് ആയിട്ടുള്ള അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു റിവർ ആണ് ലോഹിത് റിവർ എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പൊ ലോഹിത് റിവർ റെഡ് ലാറ്ററൈറ്റ് സോയിൽസിലൂടെ ഒഴുകിയിട്ട് ലോഹിത് ബേസിനിലേക്ക് വന്നിട്ട് ബ്രഹ്മപുത്ര നദിയിലേക്ക് ജോയിൻ ചെയ്യും. അപ്പൊ ഇതൊരു റെഡ് ലാറ്ററൈറ്റ്, ചുവന്ന ചെങ്കല്ല് നിറഞ്ഞ അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള മണ്ണിലൂടെ ഒഴുകി വരുന്നതുകൊണ്ട് തന്നെ ഇത് മണ്ണ് ക്യാരി ചെയ്തുകൊണ്ട്, സെഡിമെന്റ്സിനെ ക്യാരി ചെയ്തുകൊണ്ട് വന്നിട്ട് ബ്രഹ്മപുത്രയിൽ ജോയിൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ നദി റെഡ് കളറിലേക്ക് മാറും. അതായത് റിവർ ഓഫ് ബ്ലഡ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിലെ ദോള സദ്യ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ്, അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക സേതു എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് ഓർത്തുക. ഇത് ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും കണക്ട് ചെയ്യുന്നതാണ്. ലോഹിത് റിവറിന് അക്രോസ് ആയിട്ടാണ് ദോള സദ്യ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് സേതു ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൂടി ഓർത്ത് കണ്ടത്. അപ്പോൾ ഈ ലോഹിത് റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിനൽ വാല്യൂസിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ഇതിന്റെ സൈഡിൽ ഒരുപാട് ചെടികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മിഷ്മി തീത്ത എന്ന് വിളിക്കുന്ന, അതായത് ഇത് അരുണാചൽ പ്രദേശിന് മാത്രം കണ്ടിട്ട് വരുന്ന ഒരു ചെടിയാണ് മിഷ്മി തീത്ത എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. പ്രത്യേകിച്ചും വേൾഡ് ഫേമസ് ആയിട്ടുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഈ ഒരു പ്ലാന്റിനുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ രണ്ട് നദികൾ, കാമേങ്, ലോഹിത്, ആ നദികൾ, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ആർമിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നമ്മൾ ഓർത്തു വെക്കാം.